ഉള്ള വിജയം അതേ ഈമാൻ തന്നെയാണ് അവന്റെ സ്വർഗീയാസ്വാദനത്തിന്റെ മാനദണ്ഡം. ഇത് വളരെ ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള നബിമാർ, പ്രവാചകന്മാർ, അവരിൽ ലോകത്ത് പഠിപ്പിച്ച ഏറ്റവും വലിയ വിലപ്പെട്ട സന്ദേശവും ഈമാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്കറിയാമല്ലോ. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ കഴിഞ്ഞുപോയ മുൻഗാമികളായ പ്രവാചകന്മാരും നബിമാരും അവർ ലോകത്തിന് മുന്നിൽ കൈമാറിക്കൊടുത്ത സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ സന്ദേശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഈമാനാണ് നമ്മുടെ എല്ലാറ്റിന്റെയും വിജയം. ആധുനിക ശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിന് വളരാൻ സാധിക്കണമെങ്കിൽ വിശ്വാസപരമായ ശുദ്ധിയോടുകൂടെ ആത്മീയ മൂല്യങ്ങൾക്ക് വില നൽകി ജീവിക്കാൻ മുസ്ലിം തയ്യാറാകണം. അല്ലാതെ ഈമാനുമില്ല, ആത്മീയതയുമില്ലാതെ ഒരു കാനേഷുമാരി മുസ്ലിമായി ജീവിച്ചാൽ അവൻ ഭൂമിക്ക് ഭാരമായി എന്നല്ലാതെ, അവൻ ലോകത്തിന് അപകടമാകുന്നു എന്നല്ലാതെ അവനെ കൊണ്ട് ലോകത്തിന് ഒരു ഉപകാരമില്ല. അതാണ് നേരത്തെ എഞ്ചിനീയർ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ചില ആളുകൾ പേരിൽ മുസ്ലിമാണ്, പക്ഷേ കള്ളു കുടിക്കുന്നതിന് മുമ്പിൽ അവരുണ്ട്. ചില ആളുകൾ പേരിൽ മുസ്ലിമാണ്, കൊട്ടേഷൻ സംഘത്തിന്റെ മുമ്പിൽ അവനുണ്ട്. ചില ആളുകൾ പേരിൽ മുസ്ലിമാണ്, അവർ എവിടെയെങ്കിലും വ്യഭിചാരത്തിന് വേണ്ടി പിടിക്കപ്പെട്ടാൽ അതിലും ഈ മുസ്ലിമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മതേതരത്വം പുലരുന്ന വിഷയം തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ അധാർമികതയില്ല.